AR ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ പുറത്തേക്ക് കൊണ്ടുവരും എന്ന സൂചനയിൽ കനത്ത പോലീസ് ബന്ദോബസ്ത് അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. പ്രതിഷേധങ്ങൾ, വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന ഭയത്തിൽ പോലീസ് കടന്നുപോകുന്ന വഴികളിലും അതുപോലെ തന്നെ ഈ AR ക്യാമ്പിന് ചുറ്റും കനത്ത പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ AR ക്യാമ്പിനുള്ളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ നിന്നുള്ള നേരിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. ഷിജോ കുര്യൻ, വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകാനുള്ള സമയമായി കഴിഞ്ഞു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇനിയിപ്പോൾ ഒട്ടും വൈകില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുലുമായിട്ട് അന്വേഷണ സംഘം ഉടൻ തന്നെ പുറത്തേക്ക് വരും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം മതി. വാഹന ഗതാഗതം അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വിവിധ വാഹനങ്ങളുടെ അകമ്പടിയിലായിരിക്കും രാഹുലുമായിട്ട് അന്വേഷണ സംഘം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പോവുക. നമുക്ക് സാധാരണ മറ്റു പല കേസുകളിലും കാണുന്നത് പോലെ ഒരു പോലീസ് ജീപ്പിൽ ഒരു പ്രതിയെയും കൊണ്ട് നേരെ വൈദ്യപരിശോധനയ്ക്ക് പോകുന്ന രീതി ആയിരിക്കില്ല ഇവിടെ പോലീസിന്റെ വിവിധ വാഹനങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് പോവുക. അവിടെയും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കാരണം രാഹുലുമായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ മറ്റ് രോഗികൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് വളരെ വേഗം തന്നെ ആ കാര്യങ്ങൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുമ്പാകെ പോകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ചില ഉദ്യോഗസ്ഥർ അവിടേക്ക് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും വളരെ വേഗം പൂർത്തിയാക്കുകയാണ്. സുരക്ഷ ഒരുക്കാനായിട്ട് വിവിധ പോലീസ് സ്റ്റേഷനിൽ, പത്തനംതിട്ടയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഡിവൈഎസ്പിമാരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം. അങ്ങനെ ഡിവൈഎസ്പിമാർ കൃത്യമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് വഴി സൗകര്യം ഒരുക്കാനുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അധികം താമസിക്കില്ല. ഇനിയിപ്പോൾ ഏതാണ്ട് 9 മണിയെന്നാണ് നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നത്. ആ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായാലും അധികം താമസിക്കാതെ തന്നെ പുറത്തേക്ക് വരും. രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയി വൈദ്യപരിശോധനയിൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ ആണെങ്കിൽ രാഹുലുമായിട്ട് ഉടൻ തന്നെ മജിസ്ട്രേറ്റ് മുമ്പാകെ പോകും. മജിസ്ട്രേറ്റ് മുമ്പാകെ കൊണ്ടുപോയതിനു ശേഷം മജിസ്ട്രേറ്റ് എന്താണോ തീരുമാനിക്കുക, ഒരുപക്ഷെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വേണമെന്ന് SIT ആവശ്യപ്പെട്ടാൽ അങ്ങനെയും അതിന് നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് SIT പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. വലിയ തരത്തിലുള്ള കുറ്റകൃത്യം നമുക്കറിയാം. നേരത്തെ ഉയർന്ന 2 കേസുകളിലും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് രാഹുൽ പെരുമാറിയിരുന്നത്. അതിനകത്ത് താനൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ഞാൻ കോടതിയിൽ പറഞ്ഞുകൊള്ളാം, കോടതി നോക്കിക്കോളും എന്നുള്ള പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നിന്നിരുന്ന രാഹുലിനെതിരെ ഈ കാര്യത്തിനകത്ത് രാഹുലിന് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള കുരുക്ക് മുറുക്കിയാണ് SIT രാഹുലിനെ പിടികൂടിയത്. നേരത്തെ നമുക്കറിയാം കേരള പോലീസിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം രാഹുൽ നടത്തുന്നു. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ദിവസം ഇവിടെ വോട്ട് ചെയ്ത് മടങ്ങിപ്പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു കേസിൽ രാഹുലിന് രക്ഷപ്പെടാൻ ഒരു വഴിയും കൊടുക്കാതെയാണ് പോലീസ് നീങ്ങുന്നത്. എന്തായാലും അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.